ഹരേ കൃഷ്ണ. സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ. ശ്രീമന്നാരായണീയം 80-ാം ദശകം, അതിൽ 3-ാമത്തെ ശ്ലോകമാണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത്. ഓരോ വാക്കുകളായി നോക്കാം. ശശംസുഹു സത്രാജിത് ഗിരം അനു ജനാഹ ത്വാം മണിഹരം ജനാനാം പീയൂഷം ഭവതി ഗുണിനാം ദോഷ കണിക തതഃ സർവജ്ഞഃ അപി സ്വജനസഹിതഃ മാർഗണപര പ്രസേനം തം ദൃഷ്ട്വാ ഹരിം അപി ഗതഃ അഭൂഹു കപി ഗുഹാം. ശശംസുഹു. ശശംസു എന്ന് പറഞ്ഞാൽ പറയുകയുണ്ടായി. എന്താ പറഞ്ഞത്? സത്രാജിത് ഗിരം അനു. സത്രാജിത്തിൻ്റെ വാക്കുകളെ തുടർന്ന് ജനാഹ ജനങ്ങൾ ത്വാം അങ്ങയെ മണിഹരം സ്യമന്തക മോഷ്ടാവായി പറഞ്ഞു. എന്താ കാരണം? സത്രാജിത്ത് ദ്വാരകയിൽ വന്ന സമയത്ത് ഭഗവാൻ വളരെ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് സത്രാജിത്തിനോട് പറഞ്ഞത്, സത്രാജിത്ത്, ഈ സ്യമന്തകം ഇരിക്കേണ്ടത് രാജാവിൻ്റെ കൊട്ടാരത്തിലാണ്, അങ്ങല്ല അത് സൂക്ഷിക്കേണ്ടത്, അങ്ങേക്കത് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നു പറഞ്ഞ ആ വാക്കിനെ വളച്ചൊടിച്ച് സത്രാജിത്ത് ഭഗവാൻ തൻ്റെ സ്യമന്തകരത്നം അനുജനെ വധിച്ച് അവൻ്റെ കയ്യിൽ നിന്നും തട്ടിയെടുത്തു എന്ന് പറയുകയുണ്ടായി. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ജനങ്ങളും ആവർത്തിക്കാൻ തുടങ്ങി. ഭഗവാനെ കുറ്റക്കാരനായി കാണുകയാണ്. ഭഗവാനാണ് ആ രത്നം മോഷ്ടിച്ചത് എന്ന് അവർ ഏകദേശം ഉറപ്പിച്ച രീതിയിലായി സംസാരം. ഇത് ഭഗവാന്റെ ചെവിയിലുമെത്തി. ജനാനാം പീയൂഷം ഭവതി ഗുണിനാം ദോഷ കണിക. ജനാനാം ജനങ്ങൾക്ക് പീയൂഷം, പീയൂഷം എന്ന് വെച്ചാൽ അമൃതാണ്. ജനങ്ങൾക്ക് അമൃതാണ്. എന്ത്? ഭവതി ഗുണിനാം നല്ല ആളുകളെക്കുറിച്ച്. ദോഷ കണിക ദോഷത്തിൻ്റെ ഒരു ചെറിയ അംശം പോലും കേട്ടുകഴിഞ്ഞാൽ ജനങ്ങൾക്ക് അത് അമൃത് കിട്ടിയതുപോലെയാണ്. എന്ന് വെച്ചാൽ അവർക്ക് വളരെയധികം സന്തോഷമാണ്. ഇത് 10 പേരോടോ 100 പേരോടോ പറഞ്ഞു നടക്കാം. എന്നാലും ആ കൃഷ്ണൻ, നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെയുണ്ടോ ആൾക്കാർക്ക് കൊതി? ആ രത്നം കൊടുത്തില്ല എന്നും പറഞ്ഞ് സത്രാജിത്തിൻ്റെ അനുജനായ പ്രസേനനെ അദ്ദേഹം വധിച്ച് ആ രത്നം എടുത്തിരിക്കുകയാണ്. ഏതാണ്ട് സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടതുപോലെയാണ് ആളുകൾ പറയുക. സത്യത്തിൻ്റെ ഒരു ചെറിയ അംശം പോലും അതിലുണ്ടോ എന്നവർ ചിന്തിക്കില്ല. സത്രാജിത്ത് പറഞ്ഞു, തൻ്റെ അനുജനെ കൃഷ്ണനെ വധിച്ചു, അയാൾ ആ സ്യമന്തകരത്നവുമായി പോയിരിക്കുന്നു എന്ന് പറഞ്ഞു. അയാളുടെ കിങ്കരന്മാർ അത് ഏറ്റുപാടി. തുടർന്ന് മറ്റുള്ള ജനങ്ങളിലേക്ക് എത്തി. ജനങ്ങളും ഇത് പൂർണ്ണമായും വിശ്വസിച്ചു. അങ്ങനെ അവരും പറഞ്ഞു പരത്തുകയാണ്. സാധാരണ നമ്മുടെ ഈ ജീവിതത്തിലും സംഭവിക്കുന്നതാണല്ലേ. നല്ല ആളുകളെക്കുറിച്ച് ചെറിയൊരു അപവാദം മതി, അത് കാട്ടുതീ പോലെ പടർന്ന് പിടിക്കാൻ വളരെ ചെറിയ സമയം മതി. അതുപോലെ ഇവിടെയും ഭഗവാനെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ ജനങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാവരും അല്ല, കുറച്ച് ആളുകൾ എന്തിനേയും ഏതിനേയും കുറ്റം പറഞ്ഞ് പരത്തുന്നതിന് താല്പര്യമുള്ള ചില ആളുകളുണ്ടാവില്ലേ, അവരെ ഇങ്ങനെ പറയാൻ തുടങ്ങി. തത സർവജ്ഞഃ അപി. ഭഗവാന് ഇതെല്ലാം അറിയാം. ഇതെങ്ങനെയാണ് പോയത്, എവിടെയാണ് പോയത്, ഇതെല്ലാം അറിയാമെങ്കിൽ കൂടിയും സ്വജനസഹിത, സ്വന്തം ആളുകളോടൊപ്പം, ഭഗവാൻ തന്നെയല്ല പോയത്, ഭഗവാന്റെ ശ്രേയസ് ആഗ്രഹിക്കുന്ന ചില ആളുകളും ഉണ്ടവിടെ, അവരെ എല്ലാവരെയും കൂട്ടി മാർഗണ പരഹ, ഈ പ്രസേനൻ പോയ വഴിയെ യാത്ര തിരിച്ചു. അങ്ങനെ അവർ കാട്ടിലെത്തി. അവിടെ പ്രസേനം തം ദൃഷ്ട്വാ, മരിച്ചു കിടക്കുന്ന പ്രസേനനെ കാണുന്നു. പ്രസേനനെ മാത്രമാണോ കണ്ടത്? ഹരിം അപി, അവിടെ സിംഹവും മരിച്ചു കിടപ്പുണ്ട്. ഒരു സിംഹവും അവിടെ കിടപ്പുണ്ട്. അതുപോലെ തന്നെ പ്രസേനനും കിടക്കുന്നു. അപ്പോൾ ഭഗവാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ സ്യമന്തകം പ്രസേനൻ്റെ കഴുത്തിലില്ല. മാത്രമല്ല 2 പേരും വധിക്കപ്പെട്ടതിനെ തുടർന്നുണ്ടായ ചോരക്കളത്തിൽ മുങ്ങി ചില കാൽപ്പാടുകൾ അകത്തേക്ക് പോകുന്നുമുണ്ട്.
അങ്ങനെ ഗതഹ അപൂഹോ, കാൽപ്പാടുകളെ പിന്തുടർന്ന് അദ്ദേഹം പോയി. നേരത്തെ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് ഒരു കുരങ്ങൻ്റെ കാൽപ്പാടുകളാണ്. അങ്ങനെ കപി ഗുഹാം, ആ കപിയുടെ ഗുഹയിലേക്ക് ഭഗവാൻ എത്തിച്ചേരുകയാണ്. നമ്മുടെ ജീവിതത്തിലായാലും നമ്മൾ എത്ര നേരെ നടന്നാലും നമ്മളെക്കുറിച്ച് മോശമായി പറയാനായിട്ട് 100 പേരുണ്ടാവും. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെ പുച്ഛിക്കുന്നതിന് 1000 പേരുണ്ടാകാം. പക്ഷേ ഈ ജീവിതം നമ്മുടേതാണ്. ഇതിൽ വിജയിക്കേണ്ടത് ഞാൻ തന്നെയാണ് എന്നുള്ള ഒരേ ഒരു വിചാരം നമ്മുടെ മനസ്സിനുണ്ടെങ്കിൽ നമ്മളെ ആർക്കും തോൽപ്പിക്കാൻ സാധിക്കില്ല. ഈ ശ്ലോകത്തിൽ വളരെ വ്യക്തമായി പറയുന്നതും അതുതന്നെയാണ്. ഭഗവാൻ എത്ര ശ്രേഷ്ഠനാണെങ്കിലും അദ്ദേഹത്തെ പോലും പഴിചാരുന്നതിനും കള്ളനെന്ന് വിളിക്കുന്നതിനും ആളുകൾക്ക് ഒരു മടിയുമില്ല. എന്നാൽ താൻ കള്ളനല്ല, താൻ പഴി കേൾക്കേണ്ടവൻ അല്ല എന്ന് സ്വയം തീരുമാനിച്ചുറച്ച് ഭഗവാൻ തന്നെ തൻ്റെ പേരിൻ്റെ കളങ്കം ഇല്ലാതാക്കുന്നതിന് ശ്രമിക്കുന്നു. നമ്മളെയാണെങ്കിലും ആളുകൾ 100 കൂട്ടം എന്ത് പ്രവൃത്തി ചെയ്യാൻ ഇറങ്ങിക്കോളൂ, നിങ്ങളെ പുറകിൽ നിന്ന് വലിച്ചു താഴെ ചാടിക്കാൻ അനേകം പേരുണ്ടാകും. പക്ഷെ നമ്മുടെ ലക്ഷ്യം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് നിരന്തരമായ ശ്രമത്തിലൂടെ നമ്മൾ ഒരേ ഒരാൾ വിചാരിച്ചാൽ മതി, വിജയം സുനിശ്ചിതമാണ്. ഇതുപോലുള്ള കാര്യങ്ങളാണ് നാരായണീയത്തിലൂടെയാണെങ്കിലും ഭാഗവതത്തിലൂടെയാണെങ്കിലും പല പല കഥകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. നമുക്ക് ശ്ലോകമൊന്ന് വായിക്കാം. ശശംസു സത്രാജിദ്ഗിരമനു ജനാസ്ത്വാമണിഹരം ജനാനാം പീയൂഷം ഭവതി ഗുണിനാം ദോഷകണികാ തദ സർവജ്ഞോ വി സ്വജനസഹിതോ മാർഗണപര പ്രസേനം തം ദൃഷ്ട്വാ ഹരിമവിഗതോ അഭൂ കപിഗുഹാം. ഹരേ കൃഷ്ണ.